ഹായ്, ഞാൻ ആസിഫ് മോബി. ഇന്നലെ നമുക്കറിയാം, മുക്കം പരിസര പ്രദേശങ്ങളിൽ, മറ്റു പ്രദേശങ്ങളിൽ എനിക്കറിയില്ല, ശക്തമായ കാറ്റുണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുകയും പോസ്റ്റുകൾ പൊട്ടി വീഴുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ വീണ മരങ്ങളും അതുപോലെ തന്നെ പോസ്റ്റുകളും എന്തോ ഭാഗ്യത്തിന് അപകടങ്ങളില്ല. ഇന്നലെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പല മാവൂര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചാനലുകളിലും ഒക്കെ വാർത്ത കാണാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും മരങ്ങൾ പൊട്ടി വീണ്. ഇതിന് മുന്നേ പല മരങ്ങളും വീണത് ബസ്സിൻ്റെ മുകളിൽ വരെ വീണ ഫോട്ടോ നമ്മൾ കണ്ടതാണ്. ഞാനിന്ന് കള്ളന്തോട് ടു മുക്കത്തേക്കുള്ള യാത്രയിൽ റോഡിൽ കണ്ട കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന മരങ്ങൾ, എത്രയോ മരങ്ങൾ. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അതെല്ലാം അതിൻ്റെ കൊമ്പുകളെല്ലാം, വലിയ വലിയ കൊമ്പുകളെല്ലാം റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. നിരവധി ബസ്സുകൾ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ കണ്ടില്ലേ, ബൈക്കുകൾ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കള്ളന്തോട് ടു മുക്കം വരെയുള്ള പല സ്ഥലങ്ങളിലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇത് കണ്ടില്ലേ, ഫുള്ള് ഇതിൻ്റെ കൊമ്പുകളെല്ലാം റോഡിലേക്കാണ് വീണ് കിടക്കുന്നത്. ഇതൊരു കള്ളന്തോട് ടു മുക്കം വരെയുള്ള വിഷയം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പല റോഡുകളിലും ഇതാണ് അവസ്ഥ. നിരവധി മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴുക. ഇത് കണ്ടില്ലേ, ഇത് ക്യാമറൻ്റെ തൊട്ട് താഴത്തായിട്ട്, കള്ളന്തോട് ക്യാമറൻ്റെ തൊട്ട് താഴത്താണ് ഈ ഒരു മരങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്തുകയല്ല. ഇത് ആരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടോ എന്താണെന്ന് അറിയില്ല മുറിച്ച് മാറ്റാത്തത്. സംഭവം നല്ല തണലാണ്. ഈ തണലുകൾ നമ്മൾ മറ്റുള്ളവരുടെ തണൽ കെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ അധികാരികളിൽ ഈ കാര്യങ്ങൾ എത്തട്ടെ. എന്നിട്ട് മൊത്തത്തിൽ ഈ ഒരു കോഴിക്കോട് ടു അല്ലെങ്കിൽ കള്ളന്തോട് ടു മുക്കം വരെയുള്ള റോഡിൻ്റെ മാത്രം വിഷയമല്ലത്, നിരവധി സ്ഥലങ്ങളിൽ ഇതാണ് അവസ്ഥ. ഈ മരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടി ബസ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആളുടെ മേത്തോ വീണുണ്ടെങ്കിൽ ആളുടെ ചിലപ്പം ജീവൻ, ആളുടെ അല്ലെങ്കിൽ ആ ബസ്സിലുള്ള വാഹനത്തിലുള്ള ആളുകളുടെ മുഴുവൻ ജീവനും അപകടത്തിലാവുന്ന അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മരങ്ങൾ മുഴുവനായിട്ട് വെട്ടിമുറിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ റോഡിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വെട്ടി ഒഴിവാക്കി അത് പിന്നെ പന്തലിപ്പിച്ച് ഒരു തണൽ പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈവേ റോഡുകളിലൊന്നും ഇത്തരം മരങ്ങളില്ല. അതിൽ ചെറിയ ചെറിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അതുപോലെ പന്തലിച്ച് നിന്ന് അപകടങ്ങളില്ലാത്ത മരങ്ങൾ എത്രയോ ഉണ്ട്. അത്തരം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് തണലുവാണെങ്കിൽ തണലെടുക്കാം. ഇപ്പോൾ ഇനി ഇതിൻ്റെ ചിലവുകൾ വരുന്നത് അതൊരു പ്രശ്നമാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ പറയട്ടോ, ഇതൊക്കെ കരാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ മരങ്ങൾ വിറ്റുകൊണ്ട് ഉണ്ടാകുന്ന ക്യാഷ് കൊണ്ട്, കാരണം വിറകുകളുടെ ഉപയോഗത്തിന് ഇത് പെടുത്താം, അതല്ലെങ്കിൽ മരങ്ങളുടെ ഉപയോഗത്തിന് പെടുത്താം. അങ്ങനെയുള്ള ക്യാഷുകൾ തന്നെ മതിയാവും ഇതൊക്കെ വെട്ടി നികത്താൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അധികാരികളുടെ ഇടയിൽ അത്ര സജീവമായ ചർച്ചകളോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ വരാത്തത് കൊണ്ടായിരിക്കാം ഇത്തരം മരങ്ങൾ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണെങ്കിൽ. ഇന്നലെ അടിച്ച പോലുള്ള കാറ്റ്, അതല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ശക്തമായ കാറ്റുകൾ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഊഹിച്ചാൽ അറിയാവുന്നതാണ്. ഇതുപോലെ നിരവധി സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അധികാരികളിലെത്താം, അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലെത്താം. ചാനൽ ചർച്ചകളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.